കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ വിവാദങ്ങളിൽ പെടുന്നു എന്നതാണ് വാസ്തവം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏറെക്കുറെ അടുത്തു വരികയാണ്. ആ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ അതിവേഗത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. വിവാദങ്ങളുടെ പെരുമഴക്കാലത്ത് പാടെ നനഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഈ പ്രതിസന്ധി കാലത്തെ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ ഗൃഹസന്ദർശന പരിപാടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന പാർട്ടി നടത്തുന്ന ഗൃഹസന്ദർശനത്തിന് വലിയ പിന്തുണയൊന്നും എവിടെയും ലഭിക്കുന്നില്ല. താഴെത്തട്ടിലെ നേതാക്കളും പ്രവർത്തകരും വലിയ നിരാശരാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയെ തള്ളിവിട്ടിരിക്കുന്ന പ്രതിസന്ധി നിസാര പ്രതിസന്ധിയൊന്നുമല്ല. ഡിവൈഎഫ്ഐയും ഇടതു പാർട്ടികളും യുവമോർച്ചയും BJPയും എല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി രാഹുലിന്റെ വിഷയത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കേരളമാകെ അത്തരം ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഗൃഹസന്ദർശനത്തിന് മിക്ക വീടുകളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട്. കൃത്യമായ ഒരു മറുപടി പറയുവാൻ പ്രാദേശിക നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത് ഗൃഹസന്ദർശന പരിപാടിയെ ബാധിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിലെ സ്വന്തം വാർഡിൽ നിന്നായിരുന്നു ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. MPമാരും MLAമാരും എല്ലാം സ്വന്തം വാർഡുകളിൽ നിന്ന് ഗൃഹസന്ദർശന പരിപാടികൾ നടത്തുകയാണ്. എന്നാൽ ഇവർ നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റു പലയിടങ്ങളിലും ഫലപ്രദമായ ഗൃഹസന്ദർശന പരിപാടി നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. KPCC ആണ് സംസ്ഥാനത്തുടനീളം വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണ പരിപാടിക്ക് ആഹ്വാനം ചെയ്തത്. ചിലയിടങ്ങളിൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മിശ്ര പ്രതികരണങ്ങൾ ക്യാമ്പയിനിൽ നിന്ന് പ്രാദേശിക നേതാക്കളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പാലക്കാട്ടെ കോൺഗ്രസിലും അമർഷം ശക്തമായിരുന്നു. രാഹുലിനെതിരായ ആരോപണം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും അറിയിച്ച് ജില്ലയിലെ നിരവധി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പനടക്കം ജില്ലയിൽ നിന്നുള്ള നിരവധി നേതാക്കൾ KPCCയെയും AICCയെയും അറിയിച്ചതാണ്. പക്ഷെ സ്ഥാനാർത്ഥിയായി രാഹുൽ എത്തി. പിന്നീട് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയെങ്കിലും ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ ഉയർന്നു. ഏറ്റവും ഒടുവിൽ രാഹുലിന്റെ ഗതി ഇങ്ങനെ ആയതോടെ ആ അസ്വാരസ്യങ്ങൾ കടുത്ത രോക്ഷത്തിലായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിവിട്ട വിവാദങ്ങൾ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്രയുടെ സംസ്ഥാന പ്രചാരണത്തെ പ്രവർത്തനങ്ങളെയും വല്ലാതെ ബാധിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വിവാദങ്ങൾ കേരളമാകെ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയുമായിരുന്നു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് വേണ്ട രീതിയിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വിവാദങ്ങൾ എത്തിക്കുവാൻ തീരെ കഴിഞ്ഞതേയില്ല. ഏതായാലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഴുതടച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തന്ത്രങ്ങൾക്കുമാണ് CPMഉം BJPയും നേതൃത്വം നൽകുന്നത്. പലതരത്തിലുള്ള യോഗങ്ങൾ പൂർത്തീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ സേനകൾ സജ്ജമാക്കിയാണ് CPMഉം BJPയും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നികേഷ് കുമാറാണ് CPMന്റെ സാമൂഹ്യ മാധ്യമ മുന്നേറ്റത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. BJPക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ ടീം തന്നെ രംഗത്തുണ്ട്. ഇതിനെല്ലാം ഇടയിൽ കോൺഗ്രസിന്റെ സൈബർ പട ഇപ്പോഴും രാഹുലിനെ ന്യായീകരിക്കുന്ന തിരക്കിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ട്രെൻഡ് ആകുമെന്നതിൽ സംശയമില്ല. ഇങ്ങനെ പോയാൽ ആ ട്രെൻഡ് ഇടതിന് അനുകൂലമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയും രാഹുലിനെ നിലത്ത് വെച്ച് മറ്റു വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ അത് കടുത്ത പ്രതിസന്ധിയിലാകും ആ പാർട്ടിയെ എത്തിക്കുക.